ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? അപ്പോൾ എനിക്കിവിടെ സുഖം തന്നെയാണ്. ചെറിയ ജലദോഷവും പനിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ സുഖമായി വരുന്നുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദോശക്ക് മാവ് തലേന്ന് തന്നെ കൂട്ടി വെച്ചതുണ്ടായിരുന്നു. മക്കൾക്കൊക്കെ ഇഡ്ഡലിയാണ് കേട്ടോ ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഡ്ഡലിക്ക് വേണ്ടി വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ മഴയുള്ള ദിവസമൊക്കെ നമുക്ക് അടുക്കളയിലേക്ക് വരാൻ നല്ല മടിയാണല്ലേ. എങ്കിലും മക്കളെ കണ്ട് ആലോചിക്കുമ്പോൾ നമ്മൾ ആ സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരുമല്ലോ അല്ലേ. ഓരോ വീട്ടമ്മമാരുടെ അവസ്ഥ അങ്ങനെയല്ലേ. അപ്പോൾ നമ്മുടെ ഇഡലി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. രാവിലെ എന്തൊക്കെയാണ് എല്ലാവരും ഒന്ന് കടി ഉണ്ടാക്കാറ്? അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ വീട്ടിൽ ഞാൻ പെരുന്നാൾക്ക് പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ട് കുക്കറിൽ. ഒരു വിസിലടിച്ചാൽ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആവുന്നുണ്ട്. അതുപോലെ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബീഫ് ചില്ലി ആക്കാമെന്ന് വിചാരിച്ച് അനിയത്തിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളെ മസാലയൊക്കെ പുരട്ടി നല്ല ബീഫ് ചില്ലി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അതുപോലെ തന്നെ മക്കൾക്കൊക്കെ ചിക്കനാണ് ഇഷ്ടം. അപ്പം അമ്മ ചിക്കനുള്ള മസാലയും ചിക്കനും കൂടി മസാല എമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളത് വെറുതെ ഇരുന്ന് തന്നെ തിന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കപ്പ ഉണ്ടായിരുന്നു, ഉമ്മ പൂളക്കൂട്ടാൻ പൂതിയാവുക എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ പൂളി ബീഫും പാടെ വെച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് ചില്ലി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെയും മക്കൾ ഒരേ പ്രായമായത് കൊണ്ട് തന്നെ 1 വയസ്സ് ആയിട്ടോ. അപ്പോൾ ആ ഒരു പ്രായമായത് കൊണ്ട് തന്നെ ഒന്നിനും സമ്മതിക്കില്ല. ഒരാൾ കരയുമ്പോൾ അടുത്ത ആൾ നല്ല രീതിയിൽ അങ്ങനെ ഒരു ജോലി എടുക്കാൻ അവർ സമ്മതിക്കില്ല. ഈ ബീഫ് ചില്ലി അതുപോലെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഞങ്ങൾ അപ്പം തന്നെ എല്ലാവരും കൂടിയിട്ട് തിന്നിട്ടോ. അപ്പോൾ എൻ്റെ മോൻ അവിടെ ചെന്നാൽ ആരെയും പറ്റില്ല. കാരണം ഞങ്ങൾ ഇടയ്ക്കൊക്കെ സ്കൂളില്ലാത്ത ടൈമിൽ മാത്രമേ ഉള്ളൂ പോവാറ്. അതുകൊണ്ട് തന്നെ അവിടെ ആരെയും കണ്ട് ശീലമില്ലാത്തതുകൊണ്ട് തന്നെ അവന് കരയാണ്. അപ്പോൾ നമ്മുടെ പൂളക്കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൂളയും ബീഫുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൂളക്കൂട്ടാനൊക്കെ. അപ്പോൾ എല്ലാവർക്കും വിളമ്പി വെച്ചിട്ടുണ്ട് ഉമ്മ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു. ഈ ഒരു സമയത്ത് നമ്മൾ നെയ്ച്ചോറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ ചോറ് കൊടുത്തു. അപ്പോൾ മക്കൾക്ക് വെറും ചോറാണെങ്കിൽ എത്ര കൂട്ടാനൊന്നും ശരിയാവില്ല കേട്ടോ. ഉമ്മ നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പിറ്റേന്നത്തെ ദിവസത്തെ കുറച്ച് വീഡിയോസും കൂടി ഞാൻ എടുത്തു വെച്ചതാണ് കേട്ടോ. കുമ്പളങ്ങ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുമ്പളങ്ങ കറി ഉണ്ടാക്കാനായിട്ട് കുമ്പളങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇടണം കേട്ടോ. പച്ചമുളക് ഒരു 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുമ്പളങ്ങ കറി ഞങ്ങളെ വീട്ടിലൊക്കെ ബീഫ് ഉണ്ടാകണമെന്നൊക്കെ നമ്മൾ ഈ കുമ്പളങ്ങ കറി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് മുരിങ്ങാക്കറിയോ അല്ലെങ്കിൽ കുമ്പളങ്ങ കറിയോ ഈ ഒരു ബീഫിലേക്ക് ഒന്നുകൂടി ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പണ്ടൊക്കെ ഞങ്ങളെ വീട്ടിൽ ബീഫ് വാങ്ങണ വെള്ളിയാഴ്ച എന്നും ഈ ഒരു മോരുകറിയായിരുന്നു. അന്ന് പുളി ചേർത്തിട്ടാണ് മോരുകറി ഉണ്ടാക്കാറ്. അന്ന് കുമ്പളങ്ങയൊന്നും അങ്ങനെ ചേർക്കാറില്ല. ഒരു പുളിയൊക്കെ ചേർത്ത് അരിപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മോരും കറിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അത്. അന്നൊക്കെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇത് തേങ്ങയും ചെറിയ ജീരകവും അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി 2 ചെറുള്ളിയും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തതാണ്. അതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് മോരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മോരില്ലെങ്കിൽ പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇത് കുമ്പളങ്ങ വെന്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതിയാകും. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലും ബീറ്റർ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടാക്കുക ഏതായാലും കൊടുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മക്കളൊന്നും സമ്മതിക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. 2 ഭാഗത്തുനിന്നും കരച്ചിലൊക്കെയാണ്. എന്നാലും ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ നിന്നു. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് കേക്ക് ഉണ്ടാക്കുക കേട്ടോ. ക്രീമൊന്നും വാങ്ങിയിട്ടില്ല. ഒരു മിൽക്ക് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അതുപോലെ പല കാര്യങ്ങളും വിചാരിച്ചിട്ടേക്കാരുണ്ടോ അങ്ങോട്ട് വരുന്നോണത്. പക്ഷേ ആകെ നടക്കുന്നത് എന്തെങ്കിലും ഒരു പനിയോ ജലദോഷമോ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകലാണ് കേട്ടോ. ശരിക്കും നടക്കാറില്ലത്. എന്നാലും ചെറിയ മക്കളാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ജലദോഷമോ പനിയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ.
അതാണ് നമ്മുടെ കേക്ക് നല്ല ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കേക്കല്ല, ക്രീം. ഇതിലേക്ക് മൈദയൊക്കെ അരിച്ചിട്ടിട്ട് കൊടുക്കണം. അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾ കേക്കൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഒരു പൂതി കേട്ടോ. ക്രീമൊക്കെ വാങ്ങണം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു, പക്ഷേ ഒന്നിനൊരു ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ മക്കളെ കരച്ചിലും അവരുടേതൊക്കെ വാശി കൊണ്ട് തന്നെ പിന്നെ ഒന്നിനൊരു വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം അനിയത്തി ഞാനും ഒരുമിച്ചാണ് വരാറ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാക്കും നമുക്ക് വീട്ടിൽ അനിയത്തിമാരെ ആണല്ലോ വിവാഹം കഴിഞ്ഞാൽ അവരുണ്ടെങ്കിൽ ഒരു ആശ്വാസമാണല്ലോ, എന്ത് കാര്യം സംസാരിക്കാനും ഇതിനൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുമ്പളങ്ങക്കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കടുക് പൊട്ടിച്ചിട്ടുണ്ട്, അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ വീഡിയോ ഒന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേക്ക്. അപ്പോൾ അതിലേക്ക് കോൺഫ്ലവറും മൈദയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയ ദിവസം തന്നെ ഉച്ചരിഞ്ഞിട്ട് അവരെല്ലാവരും ഉമ്മാൻ്റെ വീട്ടിലേക്ക് കൂടി പോയിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അനിയത്തിയും ഉമ്മയും മക്കളും എൻ്റെ മക്കളൊക്കെ പാടെ അവിടേക്കൊന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ വയ്യാണ്ടായ പിന്നെ ഒന്നിനും താല്പര്യം ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ഇവിടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തട്ടിക്കൂട്ട് കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ മക്കൾക്കൊക്കെ? നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വല്ലാതെ പൊങ്ങി വന്നിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്